കൂട്ടുകാരെ, കഴിഞ്ഞ ദിവസം നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ മസാല പൗഡറുണ്ട് നല്ല കിണ്ണം കാച്ചിയ ചിക്കൻ കറി, വളരെ സിമ്പിളും ടേസ്റ്റിയായ ചിക്കൻ കറി ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകട്ടോ. ഇതാട്ടോ നമ്മുടെ ചിക്കൻ മസാല പൗഡർ. ഇത് ഭയങ്കര സ്മെല്ലായിരുന്നു കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ ഒരു 700 ഗ്രാം ചിക്കനുണ്ടേ, നല്ല കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചേക്കുന്ന ചിക്കനാണ്. ഇത് നമ്മൾ അന്ന് പൊടിച്ച ചിക്കൻ മസാല പൗഡർ കേട്ടോ. ഇത് മാത്രം മതി കേട്ടോ. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുണ്ടോ, ഇതൊരു 10-20 ചുവന്നുള്ളി, ഒരു തക്കാളി, പിന്നെ ഒരു പകുതി തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും കേട്ടോ. ഇച്ചിരി വെള്ളം നീട്ടിയെടുത്താണേ. ആദ്യം നമ്മളിത് ചിക്കൻ, കഴുകി വെച്ച ചിക്കൻ ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റുക. അതിനുശേഷം കറിവേപ്പില ഇടുക. ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിങ്ങനെ നീളത്തിൽ ഒന്ന് കീറിയിടുക. ഒരു തക്കാളി ഇങ്ങനെ പിടിച്ചിട്ട് കിച്ചാന്ന് പറഞ്ഞ് സ്ലൈസ് ചെയ്യുക കേട്ടോ. ഒരേ ഒരു തക്കാളി. ഇച്ചിരി പുളി വേണമെന്നുള്ളവർക്ക് വേണേൽ ഒരു 1-1.5 തക്കാളി ചേർക്കാം കേട്ടോ. 600 ഗ്രാം ചിക്കനല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു 10-15 ചുവന്നുള്ളി ഉണ്ട്. ആ ചുവന്നുള്ളിയും ഇതുപോലെ അങ്ങ് സ്ലൈസ് ചെയ്ത് ചേർക്കുക. പിന്നെ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി കേട്ടോ. ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും ഒരു 8 അല്ലി വെളുത്തുള്ളി കേട്ടോ. അതുപോലെ അരിഞ്ഞ് ഇതിങ്ങളുടെ കൂടുതലങ്ങ് ചേർക്കുക. ഇത്രയേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. ഇനി ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതൊന്ന് ഇളക്കി സെറ്റായി. അതിന് ശേഷം പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിന് ശേഷം ഇത് നമ്മുടെ ചിക്കൻ മസാല ഉണ്ടല്ലോ, ഒരു 3 സ്പൂണ് കേട്ടോ, ഒരു 3 ടേബിൾ സ്പൂണാണ് കേട്ടോ. അപ്പോൾ അത് നിറച്ച് 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് അല്പം പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതുണ്ടോ, ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടുണ്ടേ. അവിടെ നല്ല രീതിയിൽ ഇതുങ്ങളൊക്കെ അങ്ങ് മിക്സ് ചെയ്യണം. എന്നാ ഒരു മണമെന്നറിയോ, ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ തിള വന്നപ്പോൾ തന്നെ നല്ല കിടുക്കം മണമായിരുന്നു വീട് നിറച്ച് ചിക്കൻ കറിയുടെ. അപ്പോൾ ഇത് മിക്സ് ചെയ്തു. തേങ്ങയുടെ 2-ാം പാൽ ഇച്ചിരി വെള്ളം നീട്ടി എടുത്തതാണ്, അത് ഒഴിച്ചു നന്നായിട്ട് മിക്സ് ചെയ്തു. ശരിക്കും മിക്സ് ചെയ്യണം കേട്ടോ, നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. നേരെ അടുപ്പ് കത്തിക്കുക, അടുപ്പിലോട്ടങ്ങ് വെക്കുക, മൂടി വെച്ച് അങ്ങ് വേവിക്കുക കേട്ടോ. ചിക്കനൊക്കെ ഒരു 20-25 മിനിറ്റ് കൊണ്ട് വേവും. പെട്ടെന്ന് ഉണ്ടാക്കുന്ന ചിക്കൻ കറിയുള്ളൂ. ഇപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം, സവോള ചേർക്കണം, തക്കാളി ചേർക്കണം, പിന്നെ കറിവേപ്പില പച്ചമുളക് ചേർക്കണം. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതുണ്ടോ, ഇപ്പം തന്നെ നല്ല കുറുകി. ഞാനന്ന് പറഞ്ഞത് ആ പോപ്പി സീഡ്സൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേനും നന്നായിട്ട് ഈ പൊടികൾ ചേർക്കുമ്പോൾ നന്നായിട്ട് കുറുകും. മൂടി തുറന്നു കഴിയുമ്പം എന്നാ ഒരു മണമെന്നറിയോ, ഭയങ്കര മണം കേട്ടോ. അടിപൊളിയാണ്. ഞാനുണ്ടാക്കിയ ചിക്കൻ മസാല കൊണ്ട് പറയുമല്ലോ കേട്ടോ. കൂട്ടുകാരെല്ലാവരും ഒന്ന് ഉണ്ടാക്കണം കേട്ടോ. ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. ചുമ്മാ ഉള്ള ഒരു ഉടായ്പ ചിക്കൻ മസാലയൊന്നുമല്ല, ഇത് നല്ല സെറ്റ് ചിക്കൻ മസാലയാണ്. അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞായിരുന്നേ. അപ്പോൾ ഇത് ഇളക്കി മിക്സ് ചെയ്യുക, ഇടയ്ക്ക് ഇളക്കി കൊടുക്കണമല്ലോ, അടി പിടിക്കുക. ലാസ്റ്റ് ചിക്കനൊക്കെ വെന്തതിന് ശേഷം ആ 1-ാം പാലും കൂടെ ഒഴിച്ച് ഫിനിഷ് ചെയ്യുക. വെള്ളം ചേർക്കരുത് കേട്ടോ. നമ്മൾ ആദ്യത്തെ ആ 2-ാം പാൽ ചേർത്ത് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് ലാസ്റ്റ് ഈ 1-ാം പാലും കൂടെ ചേർത്ത് ഫിനിഷ് ചെയ്യുക. ഇനി ഒരു പൊടിയുടെ ആവശ്യമില്ല, ഉപ്പ് മാത്രം വേണമെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കുക. ഒരു പകുതി ഒക്കെ വെന്ത് കഴിഞ്ഞിട്ടേ കഴിഞ്ഞു. താളിപ്പിൻ്റെ പോലും ആവശ്യമില്ല കേട്ടോ. ഇത് കണ്ടോ, ആ കറിയുടെ ടെക്സ്ചർ നോക്കി, അടിപൊളി സൂപ്പർബ് കറിയായിരുന്നു കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ മറ്റുള്ള കൂട്ടുകാർക്ക് കൂടെ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേണേ. അപ്പം ഇന്ന് പേത്രത്തൊക്കെ അല്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ചിക്കൻ വാങ്ങിച്ച്, അപ്പം ചിക്കൻ മസാല പൗഡർ കൊണ്ട് കറിയൊക്കെ ഉണ്ടാക്കണേ കൂട്ടുകാർക്ക് കൂടെ കാണിച്ചു തരാമെന്ന് കരുതി. അതുകൊണ്ടാട്ടോ. എന്നാൽ ശരി, താങ്ക് യു.